ക്യൂരിയോസിറ്റി ഇല്ല നമുക്ക് എല്ലാവർക്കും അങ്ങന്മാരുള്ളതാ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം വളരെ എടുത്തതാ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നേ? That's really hurting. I'm so sorry, ചേച്ചി. I didn't know. It's okay. അല്ല, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒളിഞ്ഞു നോട്ടം കുളിമുറിയിലേക്ക് കഥ എന്താണ് ജനല പൊട്ടിച്ചൊക്കെ നോക്കുന്നൊരു കാര്യം വളരെയധികം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇൻ്റർവ്യൂ. അത് MRC തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന മമ്മു എന്ന് പറയുന്ന 19-കാരൻ. ഞാൻ വിചാരിച്ചു കൊച്ചു കുട്ടിയായിരിക്കും, നല്ല 19 വയസ്സ് പ്രായമുള്ള കുട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്തേക്കുന്ന പരിപാടി, അദ്ദേഹം ഒരു എന്താ പറയുക, ആ ഒരു കാര്യത്തിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുകയും ആ അവതാരക അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനകത്ത് കുളിസീൻ കാണാനുള്ള ക്യൂരിയോസിറ്റിയെക്കുറിച്ച് സംസാരിച്ചൊക്കെ നമ്മൾ കേട്ടു. വളരെയധികം വിമർശനങ്ങളാണ് ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ മുൻനിര ചാനലുകൾക്ക് അടക്കം ഇതിനകത്തുള്ള ചർച്ചകളും വന്നിട്ടുണ്ട്. കുറച്ചധികം പേർ എന്നോടും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ പാസ്റ്റിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ, പല സമയങ്ങളിലുള്ള മിസ്റ്റേക്ക്, പക്ഷേ മിസ്റ്റേക്സിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വലിയ ബ്ലണ്ടറായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ഈ ഒരു വിഷയത്തിന് സംസാരിക്കുന്ന ആ പയ്യൻ സംസാരിക്കുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നു. അതിനെ ഒരു മാസ് ബിജിയുമായിട്ടൊക്കെ ഇറങ്ങുമെന്നൊക്കെയുള്ള രീതിയിൽ തൊപ്പിയുടെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. സോ തൊപ്പിയുടെ ഒരു വീഡിയോക്കകത്ത് ഈ പുള്ളി കരഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, പുള്ളിയെ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അതുപോലെ തന്നെ തൊപ്പിയുടെ ഒരു പരാമർശം ഇപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പി നടത്തിയൊരു വിമർശനം, അതും ഒരു വല്ലാത്തൊരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക കേട്ടോ, കാരണം തൊപ്പി പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ക്യൂരിയോസിറ്റി അത് തൊപ്പി പറയുന്നതാണ്. ഇവിടെ കാണുമ്പം അതായത് ഈ പെൺകുട്ടി അഥവാ ഈ ഒരു അവതാരകയാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉള്ള മറുപടി ആയിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കഥ പറയുന്നു. ഒളിഞ്ഞുനോട്ടത്തിനെ കുറിച്ച് വീണ്ടും ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാണല്ലേ എന്നൊക്കെ ഉള്ള കാര്യം. സത്യം പറയും, എന്തൊരു ബുൾഷിറ്റാണ്. അപ്പം ആ ഒരു കാര്യത്തിനെ വളരെയധികം എൻകറേജ് ചെയ്തുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു. അപ്പം തൊപ്പി ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ സ്ട്രീം ചെയ്ത സമയത്ത് തൊപ്പി ഈ ഒരു കാര്യം ലൈവായിട്ട് തന്നെ കണ്ടുകൊണ്ട്, കാരണം അവർക്ക് നല്ല രീതിയിൽ തൊപ്പി ഇതിനകത്ത് ഇൻവോൾവ് അല്ല. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഉപ്പയില്ല, അഥവാ അച്ഛനില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അതിനകത്ത് പറയുന്നത് കേട്ടു, അച്ഛനില്ല. അപ്പം ഉമ്മയും ഒരു സഹോദരൻ എന്തോ ഉണ്ട്. അപ്പം അവരെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇവനെ കൂടെ നിർത്തിയിരിക്കുന്നത്, ഇവനെ നന്നാക്കി എടുക്കണമെന്നുള്ള രീതിയിലേക്കൊക്കെയാണ് തൊപ്പി നല്ല ഉദ്ദേശത്തോട് ചെയ്തു എന്നുള്ളതാണ് എന്നോടും പല ആൾക്കാരും വ്യക്തിപരമായിട്ടും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അത് തൊപ്പിയില്ല എങ്കിൽ പോലും തൊപ്പിയുടെ ആ ഒരു വിഷയത്തിന് പുള്ളിക്കാരത്തി ചോദ്യത്തിനോടുള്ള അരിശം കൊണ്ട് ഇവിടെ കിട്ടിയിരുന്ന കുത്തി കുടലെടുക്കുക എന്നുള്ള കാര്യം ഒന്ന് കണ്ടുപോകുക. ക്യൂരിയോസിറ്റി എന്തിനാടാ, എന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മള് പോയിക്കൊണ്ടെന്നാടാ. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ തൊപ്പിയുടെ വൈകാരികമായിട്ടുള്ള കാര്യം, തൊപ്പിയെ കാണുന്ന ഫോളോവേഴ്സ് എന്നുള്ളൊരു വ്യക്തികൾ, ഇപ്പോൾ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇങ്ങനെയാണ്. തൊപ്പിയെ ആരാധിക്കുന്ന, തൊപ്പിയുടെ വളരെയധികം വലിയ ഫാൻ ബേസിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ, അതായത് ആ പെൺകുട്ടി ചെയ്ത തെറ്റ് തന്നെയാണ്, നമുക്ക് തെറ്റെന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും ഒരിക്കലും അവരുടെ കുളിമുറിയിൽ എത്തി നോക്കാൻ സമ്മതിക്കും, അവരുടെ അമ്മയുടെ കുളിമുറി എത്തി നോക്കാൻ സമ്മതിക്കും, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുളിമുറി എത്തി നോക്കാൻ സമ്മതിക്കും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി എന്നുള്ള കാര്യം അവിടെ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യം ചോദ്യം ഒരു നോൺസെൻസ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം തെറ്റാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അവർ ചെയ്ത തെറ്റാണ് എങ്കിലും അവരോടുള്ള വൈരാഗ്യം മൂത്ത് നമ്മൾ സോഷ്യൽ മീഡിയ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്ക് ദോഷമാവുന്ന രീതിയിലേക്കാവുന്ന കുത്തി കുടലെടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു എന്ന് പറയുന്നൊരു കാര്യവും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു തെറ്റ് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പല ആൾക്കാരും ഇതെനിക്ക് അയച്ചെന്നപ്പോൾ മാത്രമാണ് ഞാനും ഈ ഒരു സാധനം ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് വളരെ വലിയൊരു സ്ട്രീമായിട്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് കിടക്കുന്നു, സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. കാരണം ഇവിടെ ഇനി ഈ പയ്യനെ കാണാം. നീ ആലോചിച്ചു, പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ഇത്ര തൊപ്പി നീഡ് ആക്ഷൻ, വി ഹാവ് ഓൾ സിസ്റ്റേഴ്സ്, ഷോ യുവർ മെച്യൂരിറ്റി. അതല്ല അത്രേ ഉള്ളൂ കാര്യം. ഇല്ല നമുക്ക് എല്ലാവർക്കും അങ്ങന്മാരുള്ളതാ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം വളരെ എടുത്തതാ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാ. അപ്പം ഒഫീഷ്യലി
മമ്മൂനെ നല്ല ഒരു ദർസിൽ ചേർത്തു ആസ് പണിഷ്മെന്റ്. ദർസിൽ ചേർത്ത പണിഷ്മെന്റ് അത് നമുക്ക് ചെയ്യാം. അല്ല ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഒരു കാര്യം പറയട്ടെ, ഇവനെ എമ്മാതിന്ന് പുറത്താക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ റോട്ടിൽ ഇറക്കി വിടാൻ കഴിയില്ല. കാരണം അടുത്ത ഇത് ഒപ്പിക്കും. മനസ്സിലാവും. എന്തായാലും ദർസിലോ അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലോ ഞാൻ ഇവനാക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ഞാൻ പറയാം. ആ പയ്യൻ നിന്ന് കരയുന്നു. സ്വാഭാവികമായിട്ട് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഓക്കെ, അവൻ പണ്ട് കാലത്ത് ചെയ്തു പോയതല്ലേ എന്നുള്ള കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് കാലത്ത് ചെയ്തു പോയ കാര്യങ്ങൾ നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹത്തിൻ്റെ അകത്ത് പല തെറ്റുകളും നമ്മൾ അറിയാത്ത പ്രായത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് തെറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ആ ഒരു കാര്യം വലിയ വീമ്പോടുകൂടി പറയാതിരിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നതും. എന്നാൽ ഇവിടെ ഒരു ജനറേഷൻ, അടുത്തൊരു ജനറേഷനിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്ന ഒരു കാര്യം ഇതൊരു മാസമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എന്നോട് പല ആൾക്കാർ സംസാരിച്ച് എനിക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ നിന്ന് വോയിസ് പുറത്തുവിടാൻ പറ്റത്തില്ല. ഈ ഒളിഞ്ഞു നോട്ടവും മറ്റുള്ള പല പരിപാടികളും കാരണമുണ്ടായ ട്രോമ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ കടവുകളിലും മറ്റുള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്ന സമയത്തുള്ള സിനിമകളിൽ കാണിക്കുന്നത് പോലെ, സിനിമാ ഷൂട്ടുകളിൽ കാണിക്കുന്നത് പോലെ നല്ലത് റിയൽ ലൈഫിലുള്ള കാര്യമാണ്. അതായത് ഇത് എവിടെ നിന്ന് തുടങ്ങും? അതായത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനില്ല എന്ന് പറയുന്നു. അച്ഛനില്ലെങ്കിൽ അമ്മയല്ലേ വളർത്തിയത്. അപ്പം അമ്മ വളർത്തിയ മകനാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അമ്മയോട് കൂടുതൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ. അപ്പം ആ കുട്ടിക്ക് ഇത്രയും ഒരു താല്പര്യവും ഒക്കെ തോന്നുന്നെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും തുടങ്ങുക? സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും തുടങ്ങിയത്. അപ്പം പിന്നെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ മോശം കാരണം കൂട്ടുകെട്ടിൻ്റെ കൊണ്ട് സംഭവിച്ചാണ്. എന്താണെങ്കിലും സമൂഹത്തിന് ഗുണകരമല്ലാത്ത, ആശാസ്യമല്ലാത്തൊരു കാര്യമാണ് അവിടെ വലിയൊരു കാര്യമായിട്ട് പറയുകയും, എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടി ഈ ഒരു കാര്യം കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ആ ഒരു കാര്യത്തിനെ തടയാനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ അഭിമുഖങ്ങൾ, അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ കുറച്ചു കാലത്തിന് മുമ്പ് വരെ നിങ്ങൾ കേട്ടതുപോലെയാണോ ഇന്നത്തെ ഇൻ്റർവ്യൂസ്? ഇന്നത്തെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് ചില ചാനലുകൾ നോക്കുക, ക്യൂട്ട്നെസ് വാരി എറിയുക, പിന്നെ ചില അന്തവും കുന്തവും ഇല്ലാത്ത കുറേ അധികം ലൈംഗിക ചുവയുള്ളതും പിന്നെ തീർത്തും അനാവശ്യമായിട്ടുള്ളതും ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലുള്ള വൃത്തികേടുകളെ വിളിച്ച് പറയുന്നതിനെ അതിനെയൊക്കെ അവർ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നു. പണ്ടൊക്കെ ഉള്ള ഇൻ്റർവ്യൂസ് നോക്കൂ. പണ്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇതിനകത്ത് ക്വാളിറ്റി ഉണ്ടെന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂവിലുള്ള മനീഷ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, പിന്നെ രജനീഷ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾ, അതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. അല്ലാതെ പിന്നെ മറ്റേ എന്തോ ഒരു വർമ്മയുണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരത്തി, എന്ത് വർമ്മ അറിയുന്ന ഒരു കമൻറ്റ് കേട്ടോ, അവരുടെ എന്ത് വളരെ ആപ്റ്റാണ്. എന്നാൽ പുതിയ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് ആ ഫീൽഡ് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺട്രവേഴ്സീസ് വേണം. ഓക്കെ, കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ കൂടുതൽ പീക്ക് കിട്ടും. എന്നാൽ ആ ചോദ്യം വളരെ മാന്യമായ രീതിയിൽ പല രീതിയിൽ കൂടെ അവർക്ക് നല്ല രീതിയിൽ സഭ്യമായ രീതിയിൽ കൂടെ അത് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കാലിബർ ഇല്ലാത്ത എന്തെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് ഒന്ന് വായനാശീലമില്ല, ഒന്ന് സമൂഹമായിട്ടൊരു ബന്ധവുമില്ല. ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് റീലിട്ടിട്ടുള്ളതും യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതും കുറേ ഇൻഫ്ലുവൻസർമാർ കാണുന്ന കാര്യങ്ങൾ കണ്ട കാര്യത്തിനെ കുറിച്ച് പിന്നീട് ഞാനിതാ ഒരു ഇൻഫ്ലുവൻസർ ആവുന്നു, ഞാനിതാ ഒരു ആങ്കറായി എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നിരുന്ന് തോന്നിയവാസം വിളിച്ച് പറയുക. ഈ തോന്നിയവാസങ്ങൾ മാത്രമായിട്ട് മാറുന്നു. ഇപ്പം സിമി ഗീതേഷ് എന്നൊക്കെ പറയുന്നത്, എനിക്ക് നമ്മുടെ സുഹൃത്തൊക്കെ ഉണ്ട്, പുള്ളിക്കാരത്തി നല്ലൊരു ആങ്കറാണ്. ഇതുപോലെ കുറേ അധികം ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെയാണ്. പക്ഷെ അത് ആര് കാണുന്നു? അധികം ആരും കാണാറ് കൂടിയില്ല. അതുപോലെ കുറച്ചധികം സുഹൃത്തുക്കൾ എനിക്കറിയാം, അവരൊക്കെ നല്ല ഇൻ്റർവ്യൂസാണ്, പക്ഷെ അധികം ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ ഇതുപോലുള്ള സാധനങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കും, അവിടെ വലിയ മാസാക്കി മാറ്റുക. പിന്നെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ, ഇൻ്റർവ്യൂവിനേക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സെറ്റപ്പ്, എന്ത് തരത്തിലുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻ്റർവ്യൂസിലേക്ക് വരണമെങ്കിൽ അതിന് മിനിമം ഒരു വേണ്ടേ? സമൂഹത്തിലേക്കല്ലേ ഈ സാധനം പോകുന്നത്? ഇൻ്റർവ്യൂ എന്തിനാണ്? ഒരു മനുഷ്യൻ കുറേ അധികം അറിവ് നേടി, ജ്ഞാനം നേടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ കഴിവോ മറ്റുള്ള കാര്യങ്ങളോ പ്രാവീണ്യമോ ഉണ്ട്, പലതരത്തിലാവാം, ടാലൻ്റ് ആവാം, ഇൻ്റലിജൻസ് ആവാം, ജീനിയസ് ആവാം, പലതും ആവാം. അങ്ങനെ കലാമേഖലയിലായിക്കോട്ടെ, കായിക മേഖലയായിക്കോട്ടെ, ഏറ്റവും നല്ലതിനെക്കുറിച്ചും അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചു കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ക്ലേശകരമായ സിറ്റുവേഷനിൽ കടന്നു വന്നിട്ടുള്ള എന്ത് തരത്തിലാണെങ്കിലും അതിജീവിക്കുകയോ സമൂഹത്തിൽ റോൾ മോഡൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നവരായിരിക്കണം ഇന്റർവ്യൂ ചെയ്യേണ്ടത്. അല്ലാതെ അണ്ടനെ അടകോടനെ, ഞാൻ തെറ്റ് പറയുന്നില്ല, ഈ വാക്ക് വളരെ മോശമാണ് എങ്കിലും പറയാം, അണ്ടനെ അടകോടനെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയെ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് അതിന്റെ ചെറിയ കട്ടിങ്സ് എടുത്ത് വെച്ച് പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം ലക്ഷ്യത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഇന്റർവ്യൂസിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ബഹുഭൂരിപക്ഷം ഇന്നത്തെ ഇന്റർവ്യൂസ് നോക്കൂ, അതിനകത്തെല്ലാം ക്യൂട്ട്നെസ് ആണ്. എന്നാൽ വളരെ മികച്ച ഇൻ്റർവ്യൂസും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്, അവരൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാ പറയുന്നേ, ഈ വന്നിരിക്കുന്ന ആൾ എയറിൽ പോവും, ഈ പോകുന്ന ആൾ, ഈ ചെയ്യുന്ന ആൾ എയറിൽ പോവും, ഈ എയറിൽ കൂടെ പോയിട്ട് നെഗറ്റീവായിട്ടാണ് റീച്ച് കിട്ടണം, അതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്.
എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു വലിയൊരു താല്പര്യമുണ്ട്. ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം. ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ അകത്ത് കുറേ അധികം മനുഷ്യരെ കൊണ്ടുവന്നിരുത്തി സംസാരിക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പോഴൊന്നും പ്രാപ്തമാവുന്ന കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല. അത് ചിലപ്പം ഫ്യൂച്ചറിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇല്ലെങ്കിൽ ഞാൻ അത് സ്വപ്നം അങ്ങ് നഷ്ടപ്പെട്ടേക്കാം. എന്തായിരുന്നാലും അങ്ങനെ ഒരു സ്വപ്നമുണ്ട്. നല്ല രീതിയിൽ കുറേ അധികം ആൾക്കാർ കൊണ്ടിരുത്തണം. അതിനകത്ത് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ഞാൻ കൊണ്ടിരുത്തുന്നത് മൈത്രേനായിരിക്കും. അങ്ങനെ മൈത്രേനോ അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ കുറേ അധികം മനുഷ്യരെയും കൊണ്ടുവന്നിരുത്തി സംസാരിക്കണം. കാരണം സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ചിന്ത കൊടുക്കുന്ന, സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, നമുക്ക് ജീവിക്കണം, മറ്റുള്ളവരെ ജീവിപ്പിക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കുറേ അധികം കാര്യങ്ങളുള്ള എന്തുവാ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ് എന്താ? അല്ലല്ല, ഇവനിത് ആർക്കറിയാം. ഇത് ആക്ടിങ് ആണെങ്കിൽ ഇവന്റെ ആക്ടിങ് ആണെങ്കിൽ നീ ആക്ടിങ് അല്ലാന്ന് തെളിയിക്കുക. അങ്ങനെ എനിക്ക് വിശ്വാസമാണോ? ഇല്ല, ശരി, ഞാൻ സോറി, മാഫ് ചോദിക്കല്ലാണ്ട് ഞാൻ മുണ്ടില്ല. ഇവൻ വെറുതെ ഇത് തൊപ്പിയുടെ സൈഡിൽ നിന്ന് പറയുന്നു, ആ പയ്യന്റെ സൈഡിൽ നിന്ന് പറയുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുത്ത് കണ്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അങ്ങനെയല്ല. എനിക്കത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം മമ്മു എന്ന് പറയുന്നത് ഒരാളെ പൊട്ടൻ വെറുതെ വിളിച്ചു പറഞ്ഞതാണേലും കുറ്റം തന്നെയാണ്, ശരിക്കും പുറത്താക്കണമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, മമ്മു കിക്ക് കം ഹീറോ. മമ്മുവിൻ്റെ കിക്ക് മമ്മു ഔട്ടാക്കണമെന്നുള്ളത്. ഓക്കെ, മിക്ക ടൈമിലും തൊപ്പിയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ മമ്മുവിനെ ഒരിക്കലും ഈ കാര്യം സപ്പോർട്ട് ചെയ്യില്ല. കിക്ക് ചെയ്യണം. തീർച്ചയായും പക്വതയില്ലാത്ത ചെറുക്കൻ വായിൽ വന്നത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലായിരുന്നു. വായിൽ ഇതെങ്ങനെ പറയാൻ പറ്റുമോ? പോക്കരിത്തരമാണ്. അതായത് പോക്കരിത്തരമായിട്ട് പറയൂ. അല്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കാനെന്ന് ഒരു ഇടപോലും കൊച്ചി ചേർക്കാൻ വിളിച്ച് പറഞ്ഞ തെറ്റല്ലേ, അതിനെ വലിയ ആനക്കാര്യമായിട്ടൊക്കെ നിങ്ങൾ കാണുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ വീട്ടിൻ്റെ അകത്തുള്ള കുളിമുറികളിൽ സ്വന്തം മകൾ കുളിക്കുമ്പോഴോ, സ്വന്തം അമ്മ കുളിക്കുമ്പോഴോ, സ്വന്തം ഭാര്യ കുളിക്കുമ്പോഴോ, ഏറ്റവും വേണ്ടപ്പെട്ടവരിന്ന് കുളിക്കുന്ന സമയത്തോ അതിനെ അനുവദിക്കാൻ തയ്യാറായിട്ടുള്ള മനോഭാവങ്ങളാണെങ്കിൽ അതിനെ ന്യായീകരിക്കുക. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു. അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു. ഈ ഒളിഞ്ഞു നോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു. എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത് എന്നൊക്കെ ഒളിഞ്ഞുനോട്ടത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ AI മീം വീഡിയോസ് കാണാറില്ലേ? അതിൽ നിന്നുള്ള ഒരു ഭാഗമല്ല ഇത്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വളരെ റിയൽ ആയ അഭിമുഖമാണ്. അഭിമുഖത്തിലെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ അതിഥിയുടെ പറച്ചിലും അവതാരകയുടെ തുടർന്നുള്ള ചോദ്യങ്ങളും എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാകും. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു ചാനലിൽ നടന്നിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഇന്നലെ സോഷ്യൽ മീഡിയക്കകത്ത് വന്നൊരു കാര്യമാണ്. ഈ ഒരു ചോദ്യം കൂടെ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഞാൻ ഈ പറയുന്ന പ്രസ്തുത ചാനലിനെ മോശമാക്കാൻ ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിയന്ത്രിക്കണം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അവരുടെ വൈകാരിക തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ അവർക്ക് തന്നെ കിട്ടി. ഓക്കെ, ജീവിതത്തിലെ ആദ്യ കൺമണിയുടെ വിട പറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നേ? That's really hurting. I'm so sorry ചേച്ചി. I didn't know. It's okay. അല്ല, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയുടെ വിട പറച്ചിൽ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളൊരു കാര്യം അവരുടെ കുഞ്ഞ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ വളരെ വൈകാരികമായിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഒരു പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ട് ചോദ്യമായിട്ട് ചോദിച്ചിട്ട് അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരാണോ ഉദ്ദേശിക്കുന്നത്? എന്തുവാ ഇത്? ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇതുപോലുള്ള ചോദ്യങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. ഈ പ്രസ്തുത ആങ്കറിൻ്റെ ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയ്ക്കകത്ത് അവരുടെ മറ്റേ നിഷ സാരംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ വളരെ പക്വത, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതല്ല, മേ ബി അവർക്ക് ആ പ്ലാറ്റ്ഫോം കൊടുക്കുന്നതായിരിക്കാം. അതർവൈസ് എന്തായിക്കൊണ്ട് പോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു മിനിമം ഒരു ഇത് ചിന്തിച്ചുകൂടെ? അത് സമൂഹത്തിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ കണ്ണുനീരോ വിഷമമോ വേദനയോ ആണ് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് അവരുടെ പേഴ്സണൽ അല്ലേ? ഇത് എനിക്കോ നിങ്ങൾക്കോ ഈ പറയുന്ന പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. അതിനെടുത്തിട്ട് ചോദിക്കും. പക്ഷേ ശാന്തി കൃഷ്ണ വളരെ മാന്യമായിട്ട് അവർ പറഞ്ഞത് എന്താ? അത് എന്തിനാണ് ഇവിടെ ചോദിക്കുന്നത്? സോ അവിടെ ഇതൊക്കെ തന്നെ ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ വളരെ മാന്യമായിട്ട് സംസാരിക്കുമെന്ന് കരുതിയിട്ട് അവരെ തലയിൽ കയറിയിരിക്കുന്ന വളരെയധികം മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ മിനിമം ആലോചിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്.
മനുഷ്യർ മറ്റുള്ളതും ഈ വന്നിരിക്കുന്നത് മനുഷ്യരാണ്. അഥവാ ഓരോ മനുഷ്യനും ഓരോ പുസ്തകമാണ്. ആ പുസ്തകങ്ങളെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വളരെ മെല്ലെ 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 തുറക്കുക. അതല്ലാതെ എടുത്തു വെച്ച് വലിച്ചു വാരി ഇങ്ങനെ തുറന്നിട്ട് അതിനെ അങ്ങ് അലങ്കോലമാക്കിയിട്ട് ഇട്ട് കളഞ്ഞാൽ ഒരാൾ വായിച്ചാൽ പോരാ, പലരും വായിക്കേണ്ടതാണ് ആ ഓരോ പുസ്തകങ്ങളും. ജീവിതങ്ങളാണ്, ഓരോ ജീവിതങ്ങളും ഓരോ പുസ്തകങ്ങൾ തന്നെയാണ്. അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ റെസ്പെക്റ്റ് അർഹിക്കുന്ന പടം ഇവിടെ മുത്തുച്ചിപ്പിയുണ്ട്, അത് ആവശ്യമുള്ളവർ വായിച്ചോട്ടെ. അതല്ലാത്ത നല്ല നല്ല പുസ്തകങ്ങൾ താല്പര്യമുള്ള അത് വായിക്കട്ടെ. അങ്ങനെ ചിന്തിച്ച് വേണം ഈ ഒരു കാര്യത്തിൻ്റെ ഈ മേഖല കൂടെ പോകാനെന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റം ഇവരും ഏറ്റെടുക്കേണ്ടി വരും. അതിന് വൈകാതെ അതിനുള്ള മാറ്റം ഉറപ്പായിട്ട് സമൂഹത്തിൻ്റെ ഒരു എതിർപ്പിൽ നിന്നും ഈ ഒരു മാറ്റവും ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂസിൽ മാറ്റം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തു, പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മാപ്പ് പറഞ്ഞു, അവൻ്റെ ആ ഒരു സംഭവം കിക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആണോ ഒന്നും അറിയത്തില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ? നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഈ ഒരു നിലവിൽ നടക്കുന്ന ഈ ഒരു സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആരെങ്കിലും തൊപ്പി ഫാൻസ് ഉണ്ടോ? തൊപ്പിയുടെ ഫാൻ ആയിരിക്കും കൂടെ ഈ ഒരു വിഷയത്തിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ബൈ.